ചെയ്ത് പറഞ്ഞാൽ 23 വർഷം, ഏകദേശം 23 വർഷം ചെയ്തു. അതിനുശേഷം ഡൽഹി വെച്ചിട്ടാണ് റിട്ടയർമെന്റ് എടുത്തത്. അപ്പോഴാണ് ഈ ബിസിനസ്സായിട്ട് ഞാൻ മനസ്സിൽ ബാങ്കിങ് എക്സാം അത് ഒരുപാട് പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. ബാങ്കിന്റെ പേരും പറഞ്ഞിട്ട് എക്സാം എഴുതാൻ പോകില്ല. ബാങ്ക് പ്രിലിമൊക്കെ ക്ലിയർ ചെയ്താ ബാങ്കിന്റെ ഒക്കെ. പക്ഷെ PSC വഴിയും എഴുതി, അങ്ങനെ കുറച്ചുകാലം എഴുതി. പക്ഷെ ഈ ബിസിനസ് കൊണ്ട് പോയി. അപ്പോൾ കേരള ഗവൺമെന്റ് ആയിട്ട് ഒരു ചെറിയ ഗവൺമെന്റ് ജോലി ഉണ്ട്. അതുകൊണ്ട് ഞാൻ അധികം പബ്ലിക്കിന്റെ ഇടയിൽ പോകാനോ പറയാനോ ബിസിനസ് പറയാനോ ഒന്നും പറ്റില്ല. ഞാൻ ക്ലർക്കാണ്, LD ക്ലർക്കാണ്. അപ്പൊ അങ്ങനെ ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് ബിസിനസ് ആയിട്ട് അങ്ങനെ പോയിട്ടില്ല. ഈ 2-3 മാസത്തിനുള്ളിൽ ടെർമിനേറ്റ് ചെയ്യുമ്പോ ഇതിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ വീട്ടിൽ നിന്ന് പറയുന്നത് അത് നമ്മൾ ആ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ മിക്കവാറും 1-2 മാസത്തിനുള്ളിൽ ഞാനത് സ്റ്റോപ്പ് ചെയ്യും. പൂർണ്ണമായി ബിസിനസ്സിലിറങ്ങും. ഇവരുള്ള എല്ലാവരെയും ഇനി ഒരാളെ കീഴിൽ വർക്ക് ചെയ്യില്ല എന്നുള്ള മൈൻഡ് സെറ്റോടെ വന്നു. ഇനി SR പിന്നെ 10-8-5 അത് കഴിഞ്ഞ് വീട്ടിൽ പോവാ. പിന്നെ അവിടുത്തെ കാര്യങ്ങൾ സൺഡേ കിട്ടും. അപ്പൊ കല്യാണം കാത്തുകൂട്ട് അവിടെ എന്താ ഇന്നത്തെ ലൈഫിൽ 23 വർഷം കൊടുത്തു. ഇനിയും ഇവിടെ വന്നിട്ട് പഴയ പോലെ ഇതുപോലെ വരണം. അപ്പോ ലീഡേഴ്സ് പറയുന്നത് അത്രേ ഉള്ളൂ. ഒന്നുമില്ല, വിശ്വസിക്കുക. വിശ്വാസം സംതൃപ്തിയോടെ ലീഡേഴ്സ് പറയുന്നത് കേൾക്കാം. ലീഡേഴ്സ് പറയണത് കേട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെറ്റാർമിയുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ KM അശോക് സാറ് കാണും. ഇത് നമ്മൾ കൂടെ നിൽക്കുക, ഒന്നിച്ച് മുന്നേറാൻ വിജയിക്കും. നന്ദി പറയുന്നു. 2 വർഷക്കാലം ഹോസ്പിറ്റലായിരുന്നു. അതിനുശേഷം കയ്യൊക്കെ സ്റ്റീലാണ്, ഈ കാണുന്നതൊക്കെ ഉള്ളൂ. പിന്നെ എന്താ പറയാ, പഴയ ലൈഫ് സ്റ്റൈലൊക്കെ എത്തിയിട്ടുണ്ട്. നന്നായി ക്രിക്കറ്റ് കളിക്കുന്നു, ഇപ്പോഴും സ്റ്റീൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 10-24 ലക്ഷം രൂപ മുടക്കി ഞാൻ സൂപ്പർ മാർക്കറ്റ് ഇട്ടു. അത് അതേപോലെ 1.5 വർഷം കൊണ്ട് തീരുമാനമായി. അങ്ങനെ ദുഃഖിച്ച് ഇരിക്കുന്ന സമയത്ത് പല വീഴ്ചയിലും വീണിട്ടുണ്ട്. പല രീതിയിലുള്ള ഓൺലൈൻ ബിസിനസ്സൊക്കെ പല രീതിയിലും. അങ്ങനെയാണ് എൻ്റെ സുഹൃത്ത് ഷാജിക്ക വഴി സുനിഷ് സാറെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ പേൾ വൈൻ എന്നുള്ള ആ സമുദ്രത്തിലേക്ക് എത്തുന്നത്. ഇപ്പോഴും കരക്കിലാണ് നിൽക്കുന്നത്. എന്നാലും വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ലീഡേഴ്സിൻ്റെ ഒക്കെ വളരെ പക്വമായ സംസാരങ്ങൾ, നമ്മുടെ പിന്നെ അശോകൻ സാറുടെ ആ ഡെയിലിയുള്ള വിളികൾ, ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പിന്നെ ഈ വോയിസ് കൊണ്ട് പരിചയപ്പെട്ട ആളല്ല. അതാ ഞാൻ വീണ്ടും വെറ്ററൻ സാറോട് ചോദിച്ചത്, അത് എങ്ങനെയാണോ നിങ്ങൾ ടെലിഗ്രാമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊരു വലിയൊരു ഇംപ്രസ്ഡ് ആണ് എല്ലാവരും. എന്തായാലും ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിച്ച നമ്മുടെ കണ്ണൂരിലെ ഷാജി സാറ്, മനീഷ് സാറ്, ഇവിടുത്തെ എല്ലാ ലീഡേഴ്സിനും ഒക്കെ വളരെ ഹൃദയംഗമായ നന്ദി. എന്നെ കൂട്ടിക്കൊണ്ടുവന്ന നമ്മുടെ സുനീഷ് സാറിന് പ്രത്യേകം നന്ദി. എല്ലാവരും നന്നായിരിക്കട്ടെ, വിജയിച്ചുകൊണ്ടിരിക്കട്ടെ. ഇങ്ങനെ സംസാരിച്ചിട്ടുള്ള ശീലം വളരെ കുറവാണ്. നമ്മുടെ സാറ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പിന്നെ ഞാൻ സാധാരണ ഒരു നാടൻ പഠിക്കാറ്, വളരെ പാവപ്പെട്ട രീതിയിൽ നിന്ന് വന്നതാണ്. പക്ഷെ ഇപ്പോൾ വലിയൊരു മോശമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. പരിചയപ്പെടുത്തിയത് ഷിനു സാറും സന്തോഷ് സാറുമാണ്. പക്ഷെങ്കിൽ ഷിനു സാർ ഇവിടെ ഇല്ല. അതിനുശേഷം മനീഷ് സാറും ഷാജി സാറുമായിട്ട് പരിചയപ്പെട്ട് വീട്ടിൽ വന്ന് നമ്മളൊരു ഹോം മീറ്റിംഗ് എല്ലാം നടത്തിയിരുന്നു. പിന്നെ ഉഷാ മേഡം പറഞ്ഞ പോലെ എല്ലാവരും കോടീശ്വരിയും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് BSNL സർവീസിലായിരുന്നു, റിട്ടയർ ചെയ്തു. കുറച്ച് നാൾക്ക് മുമ്പാണ് എൻ്റെ കൂട്ടുകാരെ പറഞ്ഞിട്ട് ഞാൻ ഇതിൽ ചേർന്നത്. അത് കഴിഞ്ഞ് പിന്നെ രവികുമാർ സാറിനെ കണ്ടു. രവികുമാർ സാറിൻ്റെ 2 സാഹചര്യങ്ങൾ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അദ്ദേഹം പറഞ്ഞ ഒരു ഇതൊക്കെ വെച്ചിട്ട് നല്ല ഒരു ഇതാണെന്ന് തോന്നിയത് ഞാൻ ഇതിലേക്ക് ചേർന്ന് ഒരു മാസം 2 മാസമായിട്ടുള്ളൂ ഇതിൽ ചേർന്നിട്ട്. നല്ല രീതിയിൽ ഇപ്പോൾ ഈ ക്ലാസ് വളരെ നല്ല കുറച്ച് പകുതി കാര്യങ്ങൾ എനിക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ക്ലാസ്സിൽ വന്നപ്പോൾ ഒരുവിധം നന്നായിട്ട് നല്ല ക്ലാസ് ആണ്. അത് നല്ല രീതിയിൽ എല്ലാവർക്കും സാമ്പത്തിക മെച്ചമുണ്ടാകും എന്നുള്ള ഒരു ഇത് ആണ് തോന്നുന്നത്. എല്ലാവർക്കും ഈ ബിസിനസ്സിന് വന്നിട്ട് പാടാണ് പഠിച്ചു വരുന്നത്ര എന്താണെന്നുള്ളത് 1 മാസം 2 മാസമായി ഇതിനെ പറ്റുന്ന ഇത് അറിവ്. പിന്നെ ശക്തമായിട്ട് ആൾക്കാർ പിന്നിലുണ്ട്. അതുകൊണ്ട് ധൈര്യത്തിൽ മുന്നോട്ട് പോകാന്നുള്ള തീരുമാനമാണ്. മെഡിക്കൽ ഫീൽഡിലാണ്, മെഡിക്കൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ ഇതിന് മുന്നേ വേറെ മൈ ലൈഫ് എന്നുള്ള ഒരു സംഭവത്തിൽ വർക്ക് ചെയ്യുന്നില്ല. കാരണം വെച്ചാല് പറഞ്ഞ പോലെ മേലെന്ന് വീണ് എല്ലാവരും വീണ് എന്ന് പറഞ്ഞ അവസ്ഥയാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇതില് വ്യക്തിക്കല്ല പ്രാധാന്യം, നമ്മുടെ ഐഡിക്കാണ് പ്രാധാന്യം മനസ്സിലാക്കി. അപ്പോൾ ഇനി ശക്തമായിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഇതാക്കുന്നു. എല്ലാവർക്കും 2025 കോടീശ്വരന്മാരാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയിലേക്ക് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ പിള്ളേരുന്ന പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഏകദേശം 1 വർഷമോ 2 മാസമായി. പക്ഷേ എന്നോട് എൻ്റെ സുഹൃത്ത് രാജീവേട്ടനാണ് വലിയ സുഹൃത്താണ്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ എനിക്കാവുണ്ട് സാർ, ഞാൻ സെറ്റ് വെച്ചിട്ടുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഒരു അവസരം ഉണ്ട് ഇതിനകത്ത്, ഇനി പറ്റുമോ ചെയ്തു തന്നു. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എനിക്കന്ന് ബോധ്യപ്പെട്ട സംബന്ധിച്ചാൽ LIC ഫീൽഡിലാണ് കുറേ വർഷം ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ LIC ആറിലാണ്. അപ്പോൾ ഈ ഒരു കിട്ടുന്ന വരുമാനത്തിൻ്റെ തുലവും വർദ്ധിച്ച് ഒരുപാട് പത്തിനുള്ള വരുമാനമാണ് രാജീവേട്ടൻ പറഞ്ഞു തന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ പിന്നെ ഇതിൽ സ്റ്റാർട്ടിങ് തന്നെ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ സ്ഥിരമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ സ്ഥിരമായിട്ട് ഒറ്റ മീറ്റിംഗാണ് അറ്റൻഡ് ചെയ്യാറുള്ളൂ. ബാക്കിയുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാര്യം വെക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് ടീം വർക്കായിട്ട് ആൾക്കാരെ കാണാനും സംസാരിക്കാനും പോകുന്നത്. അതുകൂടെ രാജീവേട്ടൻ ക്ലാസ് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാക്കിയെടുത്ത നല്ല കഴിവുള്ള കക്ഷിയാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്താണ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റി കഴിഞ്ഞത്. പിന്നെ മനീഷ് സാറ്, ഷാജി സാറ്, പിന്നെ നമ്മുടെ അൽകുമാർ ദാസ് പത്തനംതിട്ട, പിന്നെ അൽദാസ് സാറ്, യുവാർ സാറ്. യുവാർ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോന്ന് വെച്ചാൽ എന്ത് വല്ലാത്തൊരു സഹോദര സ്നേഹമാണ് അദ്ദേഹത്തുള്ളത്. പിന്നെ നമ്മുടെ ജനാർദ്ദൻ ബാബു സാർ, ഇവരെല്ലാം ഒരു അശോക സാറ്, ഇവരെല്ലാം ഒരു വല്ലാത്തൊരു വൈബ് നമുക്ക് ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വർഷം ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഞാൻ എത്തിപ്പെട്ടത് ഒരു സാധാരണക്കാരൻ എനിക്ക് ഇത്രത്തോളം ഉന്നതിലെത്തി. ഇത്ര ഏത് ചെറിയ വരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സൊരു വലിയൊരു പണക്കാരൻ്റെ ഉഷ വേണം പറഞ്ഞിട്ട് വലിയ എന്നെ ഇതിനെ കണ്ടുകൊണ്ടുള്ള അബ്ദനായ രാജീവേട്ടനോടും നമ്മുടെ എല്ലാ ടീമിനോടും പ്രത്യേകിച്ച് കണ്ണൂർ ടീമിനോടും എല്ലാവരും അഭിനന്ദനങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. നേരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് തന്നെ പറയാനുള്ളത് സാറ് പറഞ്ഞതുപോലെ പിന്നെ ഇതുപോലൊരു നേരിട്ടുള്ള ഒരു മീറ്റിംഗ് ഇത് വലിയ പരിചയമൊന്നുമില്ല. നല്ല ചെറിയ ഇതുപോലെ 2 വാക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മീറ്റിങ്ങുകൾ പിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പല പിന്നെ ഇതുപോലെ തന്നെ പറഞ്ഞ പല പിന്നെ പ്രോഗ്രാമുകളിൽ. അപ്പോൾ അതിലൊക്കെ ഉള്ളൊരു വ്യത്യസ്തമായ ഒരു അനുഭവം നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ഇതിൽ കൂടിയിരിക്കുന്ന ഏകദേശം എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ഒരു 40 വയസ്സിന് മേലെ പ്രായമുള്ള ആൾക്കാരെന്ന് എൻ്റെ ഒരു കണക്കൂടൽ ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ ഈ ഒരാളുകൾക്ക് പിന്നെ ജീവിതത്തിൽ വലിയൊരു അനുഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ഇപ്പൊ വലിയ വലിയ ജോലികൾ ചെയ്ത് എടുക്കുന്ന ആളുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഒക്കെ നമുക്ക് പിന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കാര്യം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നടത്താൻ പറ്റിയില്ല എന്നുള്ള ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഈ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേളിൻ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം നമ്മൾ എത്തിപ്പെട്ടത്. അപ്പൊ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പൊ നമ്മൾ ഇതുവരെ പിന്നെ ചെയ്യാത്തതും കാണാത്തതുമായ ഒരുപാട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ടെക്നോളജി വശങ്ങൾ, ഇതൊക്കെ ഇന്ന് ചെറിയ കുട്ടികൾ വളരെ പെട്ടെന്ന് ഇതിൽ കൈകാര്യം ചെയ്യും. നമുക്കെല്ലാം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയ വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പിന്നെ ഒരു ടെക്നോളജി ഇത് നമ്മൾ പഠിച്ചെടുക്കുക. ഇതിൽ നമ്മൾ ഈ പറയുന്ന സാമ്പത്തിക ഫ്രീഡം അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് പറയുന്ന പിന്നെ ഈ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുള്ള പിന്നെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പഠിച്ചെടുക്കുകയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിൽ ശരിക്കും പറഞ്ഞാൽ 5 വർഷമായി ഇതിന്റെ ആദ്യത്തെ DP പ്രോഗ്രാമിൽ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അത് ഞാൻ ബാംഗ്ലൂരായിരുന്നു. നമുക്ക് അവിടെ ഒരു ചെറിയ ബിസിനസ്സും കാര്യമായിട്ട് പോകുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് എത്തിപ്പെടുന്നത്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചു കാലം ആ സുഹൃത്തിന് ബാംഗ്ലൂരിലെ കൊറോണ ടൈമിന് നാട്ടിലേക്ക് തിരിച്ചു വരിക ചെയ്തത്. അപ്പൊ ആ ടൈമിൽ ആ സുഹൃത്തിന്റെ പിന്നെ സഹായമൊന്നും പിന്നെ കിട്ടിയില്ല. ആള് ബാംഗ്ലൂരാണ്. പക്ഷെ ഞാൻ ഇതിന്റെ പിന്നെ വലിപ്പം അന്ന് എന്റെ മനസ്സിൽ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. അന്ന് മൂപ്പർ പറഞ്ഞ കുറെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ പേൾവിന്റെ എല്ലാ മീറ്റിങ്ങുകളിലും സ്റ്റാർട്ടിങ്ങിലുള്ള എല്ലാ മീറ്റിങ്ങുകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ പങ്കെടുത്ത സമയത്ത് ഷാജി സാറിന്റെ പിന്നെ നമ്പർ ഞാൻ വാങ്ങുന്നത് ഇവിടെ വെച്ച് ബത്തേരി വെച്ചിട്ട്. അപ്പോൾ പിന്നെ എനിക്കിത് ഞാൻ പറഞ്ഞില്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എടുക്കണം. പക്ഷെ ഞാൻ ഈ ഇതിന്റെ ടെലഗ്രാം മീറ്റിങ്ങുകളിൽ കൃത്യമായിട്ട് പങ്കെടുക്കാം. പക്ഷെ എന്റെ മനസ്സിലെപ്പോ ഇതിനെ പറ്റിയുള്ളൊരു എന്താ പറയുക ഒരു വിങ്ങൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഷാജി സാറെ വിളിച്ചത്. ഷാജി സാറെ വിളിച്ചവരെ ഞാൻ പിന്നെ ഇങ്ങനെ ഒരാളാണ് വളരെ രാജീവൻ അറിയാവോ? ഷാജി സാർ കുറച്ചൊന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ കൂടെ പ്രവർത്തിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ സപ്പോർട്ട് ചെയ്യും. അപ്പം ഷാജി സാർ ഉടനെ പറഞ്ഞു
ഫുൾ സപ്പോർട്ട് നമ്മൾ തരാം. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ മനീഷ് സാർ വരും. അങ്ങനെ കണ്ണൂർ വെച്ച് നമ്മൾ വന്ന് 2-3 എൻ്റെ സുഹൃത്തുക്കൾ വേറെ ഉണ്ട് ഇതിൽ ജോയിൻ ചെയ്ത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന ഏത് സപ്പോർട്ടും ഞങ്ങൾ തരും. ഇനി എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ കൂടെ നമ്മൾ എത്തിപ്പെടുമെന്നുള്ള ഒരു ഉറപ്പ് തന്നതിന് ശേഷം, അത് ഇപ്പം കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു കൊല്ലം 1 മാസമായിട്ടുണ്ട്. ഈ 1 മാസമാണ് നമ്മൾ ഇതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിന് അവർ പറഞ്ഞതുപോലെ തന്നെ ആ വിധത്തിലുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നല്ലൊരു പ്രവർത്തനം ഞങ്ങളെ സംബന്ധിച്ച് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10-30 ആളുകളുള്ള ഒരു ടീമിനെ സെറ്റാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആശയം നമുക്ക് ആളെ എത്ര കിട്ടിയെന്നല്ല, ഈ ഒരു ആശയം പിന്നെ എത്ര പേരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഒരു 10, 500, 600 പേരിലേക്ക് ഞങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആളെ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. ഏകദേശം എല്ലാ ദിവസവും ആരോടെങ്കിലും കൂടെ പോയി 1-2 ആളുകളെ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതാണ് നമുക്കിത് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് ടീം സപ്പോർട്ട് ചെയ്യാം. അവരുടെ പിന്തുണ നമുക്ക് വലിയൊരു അത്യാവശ്യ ഘടകമാണ്. അത് എന്തായാലും ഈ കണ്ണൂർ ടീം നമുക്ക് തരുമെന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ശ്രമം നമ്മൾ നടത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡിജിറ്റൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ബാങ്കിന്റെ ഇത് ബാങ്ക് മാനേജർമാർ നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യൂട്ടോ. ഞാനിത് ജസ്റ്റ് ഒരു അവയർനെസ് തരുന്നേ ഉള്ളൂ. ഇത് അവയർനെസ് തരുന്നതിന്റെ കാരണം നമ്മൾ PVC മെറ്റോ ഡിജിറ്റൽ കറൻസിയോ ക്രിപ്റ്റോ കറൻസിയോ ഒരാളോട് പറഞ്ഞാൽ ചിലർ പറയും എനിക്കിതൊന്നും ആവശ്യമില്ല. ഇത് ആവശ്യമുണ്ട്. കാരണം അപ്പൂപ്പന്മാരുമായിട്ട് മോനെ ATM ഇതൊന്നും കുത്തി എടുത്തു തരുമെന്ന് ചോദിക്കും. ഇതേ സ്ഥിതിയാണ് നമ്മൾ പഠിച്ചില്ലെങ്കിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ പോവുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയും ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കറൻസി ഇത് കണ്ടോ, സാധാരണ പ്രിന്റഡ് കറൻസി 2 രൂപയുടെ കറൻസിയാണ് കാണിച്ചത്, 5 രൂപയുടെ കറൻസിയാണ് കാണിച്ചത്, 10 രൂപ. ഇങ്ങനെ കറൻസി പ്രിന്റഡ് രൂപത്തിലുള്ളതിന്റെ ഇലക്ട്രോണിക് രൂപം കാണിച്ചു. ഇത് നമ്മൾ ചൂസ് ചെയ്യുന്നു, ചൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ അക്കൗണ്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്നും ആ പൈസ ഡിജിറ്റൽ കറൻസിയായി മാറും. എന്നിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഗൂഗിൾ പേ, ഫോൺ പേ പോലെയാണ്. അപ്പോൾ ഈ PVC മെറ്റയുടെയും പേഴ്വാന്റെയും പ്ലാനും മറ്റു ഡിസ്കഷനും നമ്മൾ നടത്തുമ്പോൾ ചില ആളുകൾ പറയും ഇത് ആവശ്യമില്ല. പക്ഷെ ഇത് നിർബന്ധിതമായിട്ട് അത് ചെയ്യാൻ കാര്യം. അതുകൊണ്ട് ഇത് ചെയ്തേ പറ്റും. ഇത് ചെയ്യാതെ ഇനി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. നോട്ട് നിരോധനമാണ് നിലവിൽ വരാൻ പോകുന്നത്. അല്ലാതെ 1000ന്റെ നോട്ട് നിരോധിച്ചു, 2000ന്റെ നോട്ട് നിരോധിച്ചതല്ല. കംപ്ലീറ്റ് പ്രിന്റഡ് കറൻസി നിരോധിക്കുന്നതോടുകൂടി ചെയ്യാൻ പറയുന്ന കാര്യം എന്താണെന്ന് അറിയോ, നിങ്ങളുടെ എന്തൊക്കെ കറൻസികൾ നിങ്ങൾ അലമാരയിലോ കട്ടിലിന്റെ അടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയി ബാങ്കിൽ ഇട്ടോ. എന്നിട്ട് ഇതുപോലെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറയും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് കണക്ട് ടു യുവർ ബാങ്ക് എന്ന് പറയും. അപ്പൊ ആ ബാങ്കുമായി കണക്ട് ചെയ്ത ബാങ്കിലുള്ള കറൻസി ഡിജിറ്റൽ കറൻസിയായി മാറും. ഇത് നമ്മൾ ചെയ്യാൻ പോണ കാര്യമാണ്. ഇത് ഞാനിത് നിങ്ങളോട് ഇൻട്രോഡ്യൂസ് ചെയ്യാനുള്ള കാരണം PVC മെറ്റയും പേഴ്വാനും എന്തിനാണ് ചെയ്യുന്നത്, എല്ലാവർക്കും ജോലിയുണ്ട്, വരുമാനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ കണ്ണടഞ്ഞാൽ നമുക്ക് എന്നും വളരുന്ന എന്നും വരുന്ന ഒരു വരുമാനം നിങ്ങളുടെയൊക്കെ കയ്യിലുണ്ടോ നോക്കും. PVC മെറ്റയും പേഴ്വാനും ചെയ്യുന്നവർക്ക് അപ്പൊ അതിന്റെ റഫറൽ ഇൻകം വരുന്നതിനല്ല നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് മനീഷ് സാർ നല്ലൊരു കയ്യോടുകൂടി മനീഷ് സാറെ സാധിക്കുക. താങ്ക് യു. ഞാൻ പിന്നെ ഒന്ന് മൈക്ക് എടുക്കുന്നില്ല, ജസ്റ്റ് കാര്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞാൽ ഫണ്ടിങ്ങിന്റെ ഞാൻ മാത്രമേ സൈറ്റ് ഓപ്പൺ ആകുന്നില്ല. ഇപ്പം ടൈം ഒരുപാട് 2 മണി ടൈം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ല. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചു വിടാം. ബാക്കിയുള്ളവർക്ക് ഏകദേശം ഒരു തരം ഉണ്ടാവില്ല. ക്ലിയർ. അപ്പൊ ഞാനിത് പിന്നെ കൊടുത്തോണ്ട് 1, 2, 3 ചെയ്യുന്നവരാണ് ചെയ്തോ, പിന്നെ കൊടുത്തോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ സൈറ്റിലേക്ക് ഒന്ന് പ്രവേശിക്കും. സബ്മിറ്റ് കൊടുത്തു. സബ്മിറ്റ് കൊടുത്താൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ടത് 1000 PVC മെറ്റ. 1000 PVC മെറ്റ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ 2 PVC മെറ്റ വെച്ചിട്ട് ഡെയിലി റിവാർഡ് ലഭിക്കും. ചോദ്യം, ഇനി അടുത്ത മാസം മീറ്റിംഗ് വേണോ? നിങ്ങൾക്ക് തീരുമാനിക്കും. മീറ്റിംഗ് വേണ്ടേ? കാരണം അനുവാദം ചോദിക്കാതെ അടുത്ത മാസത്തെ മീറ്റിംഗ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ തവണയും അങ്ങനെയായിരുന്നു. രവികുമാർ സാറിന്റെ ആകസ്മികമായ മരണമാണ് നമ്മുടെ മീറ്റിംഗ്. ഇത് നമ്മളൊരു സിനിമ കാണുന്നത് പോലെയാണ്. കുറച്ച് ബോറായ രംഗങ്ങൾ, കുറച്ച് തമാശ രംഗങ്ങൾ,
കുറച്ച് ഒരു സങ്കടം വരുന്ന രംഗങ്ങൾ, കുറച്ച് സന്തോഷം വരുന്ന രംഗങ്ങൾ, അങ്ങനെ നമ്മൾ പോയതല്ലേ. ആദ്യത്തെ സെഷൻ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ പോലെയായി. പിന്നെ സുനീൽ സാറിന്റെ പോലും വരുമ്പോൾ റാഫി മെക്കാറിന്റെ സിനിമ പോലെയായി. പിന്നെ ലാസ്റ്റ് നമ്മുടെ ദുൽഖർ സൽമാന്റെ ലാസ്റ്റ് സിനിമയാണല്ലോ, ഒരു പണത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മുടെ മേഡം പറയുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ലക്കി ഭാസ്കർ നമുക്ക് അങ്ങനെ കാണാം. എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളൊക്കെ പഠിച്ചു വരുന്ന ആളുകളാണ്. ശരികളുണ്ടാവാം, തെറ്റുകളുണ്ടാവാം, സംസാരിക്കുന്നതിൽ അറിവില്ലായ്മകൾ ഉണ്ടാവാം. പക്ഷെ ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത് നമ്മൾ ചെയ്ത എന്തോ ഒരു നല്ല കാര്യമാണ് നമ്മളിങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവട്ടോ, എല്ലാവർക്കും ഒരുപോലെ സർവീസ് കിട്ടിയതൊന്നും വരില്ല. പക്ഷെ ഇനി അങ്ങോട്ട് നമ്മുടെ രവികുമാർ സാർ പറയുന്ന, നമ്മുടെ സുരേഷ് പണിക്കർ സാർ പറയുന്ന ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കാം. കടമില്ലാത്തൊരു ജീവിതം നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കൾക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് ബൾബേരിയൻ ക്ലാസ്. അത് ഇന്നുകൂടെ ഇനി ഭക്ഷണം കഴിഞ്ഞ് മുമ്പ് നമുക്കൊരു ചെറിയൊരു ഫോട്ടോ സെഷൻ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് നമുക്ക് ഇവിടെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. ശിവകം മറ്റു കാര്യങ്ങളുണ്ട്. പിന്നെ ബീച്ചിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട്. സമയമുള്ളവർക്ക് അത് കാണാം. അടുത്ത മാസം ഏകദേശം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏകദേശം ഈ സമയത്ത് വീണ്ടും നമുക്ക് ഒത്തുചേരാം. കുറച്ചുകൂടി നമ്മൾ പഠിച്ച് കൂടിയിരുന്ന് ഇന്നത്തെ സംസാരം എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടില്ല. എല്ലാവരും മനസ്സ് തുറന്നിട്ടാണ് സംസാരിച്ചത്. അല്ലാതെ സാധാരണ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ കാണിക്കുന്ന ഒന്നുമില്ല. ഇതെല്ലാം ഇങ്ങനെ ഇത് ഇടണം എന്ന് അശ്വൻ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അങ്ങനല്ല, എല്ലാത്തിനും ഒരു ഇതുണ്ടല്ലോ. ആ രീതിയിൽ മാത്രം ഇട്ടതാണ്. ഞങ്ങളൊക്കെ ചാർജ് ചെയ്തല്ലോ. ഓക്കെ. അപ്പൊ എല്ലാവരും പിന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ പഠിക്കുക, പരസ്പരം വിളിക്കുക, സംസാരിക്കുക, പരസ്പരം നമുക്ക് എന്താ പറയട്ടെ എല്ലാ കാര്യങ്ങളും നന്നായി മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ചെറിയൊരു ഫോട്ടോ സെഷൻ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കാര്യങ്ങളൊക്കെ കണ്ട് പിരിയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.